ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്ക് എന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പാർട്ടിയും മുന്നണിയും നടത്തിയ പ്രവർത്തനങ്ങൾ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് വലതുപക്ഷം നടത്തിയത്. എല്ലാ വലതുപക്ഷവും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ച നിലപാട്. അത് UDF മാത്രമല്ല, UDF അല്ലാത്ത വലതുപക്ഷവും. അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ഒരു ഏകോപനം അല്ലെ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ ഒരു ഏകീകരണം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മൾ കാണണം. അപ്പോൾ ഓരോ സ്ഥലത്തും ആ വസ്തുത കൂടി വെച്ചുകൊണ്ട് വേണം പരിശോധിക്കാൻ. കാരണം CPM ഇടതുപക്ഷ മുന്നണി 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. വലതുപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരേണ്ടതായിട്ടുണ്ട്. 1959 വിമോചന സമരം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ദീർഘകാലം കേരളത്തിൽ ഇരുത്താൻ പാടില്ല എന്ന വലതുപക്ഷ ചിന്ത, ആ ചിന്ത ഇപ്പോഴും ശക്തിപ്പെട്ടതിനെ നിൽക്കുന്നുള്ള വസ്തുത, ആ ഏകോപനം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസം എന്ന് വെച്ചാൽ ഏത് വിധത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് CPM നയിക്കുന്ന ഗവൺമെൻറ് താഴെ ഇറക്കണം എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വലതുപക്ഷമാകെ ഏകോപിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത. ഇപ്പോൾ BJPയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം അമ്പലപ്പുഴയിലെ വോട്ടിൻ്റെ കുറവ് വന്നാൽ, അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ BJP വോട്ട് കിട്ടുമെന്ന്, പക്ഷെ 6000 വോട്ട് കുറവ് വന്നേ മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJPയുടെ കുറവ് വന്നിരിക്കുന്നു. എന്തായാലും LDFനെ തോൽപ്പിക്കാൻ വലതുപക്ഷ ശക്തികൾ എല്ലാവരും ഒരുമിച്ചു എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതാണ് ഈ വലിയ തോൽവിക്ക് കാരണമായത്. എന്തായാലും പരാജയം പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറയുകയാണ്.